കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമന്റെ കുട പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിനുള്ളിലേക്ക് രാമന്റെ കുട കൊണ്ടുവന്നപ്പോഴാണ് തടയുന്നത് ഉണ്ടായത്. കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. തൃശ്ശൂരിൽ നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, ഏറെ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് പോലീസിന്റെ നടപടിയിൽ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട്. എന്തായാലും തികച്ചും ആസൂത്രിതമായൊരു നീക്കം തന്നെയായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ജനം ടിവിക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പുറത്തുവിടുന്നത്. കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമന്റെ കുട പോലീസ് നേരത്തെ തന്നെ തടയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് ഇത് തടയുന്നത് എന്നും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും ഈയൊരു കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഈ പൂര സമയത്ത് ഈ പോലീസ് ഇത്തരത്തിൽ ജനങ്ങളോട് പെരുമാറിയത്. ഈ മോശമായുള്ള പെരുമാറ്റമായിരുന്നു. എല്ലാ ജനങ്ങളും ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള മോശമായ പെരുമാറ്റത്തെക്കുറിച്ച്. അത് തന്നെയാണ് ഈ ചടങ്ങുകൾക്ക് ഈ സമയക്രമം പാലിക്കാൻ പറ്റാതെ വന്നതും. വളരെയധികം ഒരു ആക്രോശത്തോടു കൂടിയാണ് ഈ ശ്രീരാമന്റെ കുട പോലും കുടമാറ്റത്തിനായി കൊണ്ടുപോകാൻ പോലീസ് അനുവദിക്കുന്നില്ല. അത് ഈ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് അവിടെ നിന്നും ഈ ഗോപുര മുന്നിൽ നിന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അവിടെയുള്ള ഈ സംഘാടകരോട് പറഞ്ഞത്. അത് വളരെ അധികം, അതായത് ഈ കുടമാറ്റത്തിന് ലക്ഷങ്ങൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് ഈ ഒരു ശ്രീരാമന്റെ ചിത്രമൊക്കെ തന്നെ അവിടെ ഉയർന്നത്. അത്തരത്തിൽ ജനങ്ങൾക്ക് വളരെയധികം ആത്മാഭിമാനത്തോടു കൂടി ഈ പൂരത്തിൽ പങ്കെടുത്ത് അതിൻ്റെ ഒരു ആവേശത്തിൽ നിൽക്കുന്ന സമയത്താണ് അതിനെയൊക്കെ തകർക്കുവാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പല സ്ഥലത്തും ബാരിക്കേഡുകളൊക്കെ സ്ഥാപിച്ച ശേഷം ഈ ജനങ്ങളെ ഒന്നും ചടങ്ങിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റി, പിന്നീട് ചടങ്ങിൽ നിന്ന് അതിനൊക്കെ മുടക്കം വരുത്തുന്ന രീതിയിലേക്ക് ഈ പോലീസിന്റെ പെരുമാറ്റം അത് വളരെയധികം മോശമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയെന്നാണ് ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ കഴിഞ്ഞ വർഷവും പൂരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പല കാര്യങ്ങളും, അതോടൊപ്പം വടക്കുംനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യം, ഇതിലൊക്കെ തന്നെ കമ്മീഷണർ ഒരു തവണ മാപ്പൊക്കെ പറഞ്ഞതാണ്. പലരോടും ഈ തൻ്റെ തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ പല യോഗങ്ങളിലും പറഞ്ഞതാണ്. അതോടൊപ്പം കോടതിയെയും ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ പാദരക്ഷകൾ ഉപയോഗിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച കാര്യം ഉൾപ്പെടെ മുൻപ് കോടതി പരാമർശിച്ചിരുന്നു. കോടതി കൃത്യമായിട്ടുള്ള ഉത്തരവ് അതിൽ ഇറക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം വീണ്ടും ഈ പൂരത്തിന് ഇത് ആവർത്തിക്കുകയും ഇതിലും പലതരത്തിൽ ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതിൽ മറ്റൊന്നുമല്ല, ശ്രീരാമന്റെ ആ ചിത്രങ്ങൾ ആ കുടമാറ്റത്തിൽ വന്നത് എത്രത്തോളം അസഹിഷ്ണുത ഉണ്ടാക്കി എന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് ആ ഒരു ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ആ കുട കൊണ്ടുവരുന്ന സമയം തന്നെ പോലീസ് അവിടെ നിന്ന് തടയുന്നു. അതോടൊപ്പം ആനകൾക്ക് പട്ട കയറ്റുവാൻ പോലും അനുവദിക്കാതെ ആ ക്ഷേത്രത്തിന് മുന്നിൽ പാദരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉള്ളിൽ കയറി ആ പ്രദക്ഷിണ വഴികളിലൂടെ നടന്ന പോലീസാണ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് ഈ ചിത്രങ്ങൾ തടയുന്നതും അതോടൊപ്പം ജനങ്ങളോട് വളരെയധികം ആക്രോശിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നതും. ഇതൊക്കെ കമ്മീഷണർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത്. അതോടൊപ്പം തന്നെ ഇത് കമ്മീഷണറിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആരുടെ നിർദ്ദേശപ്രകാരമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതെന്നുള്ള ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുള്ള കാര്യം തന്നെയാണ് ഉയരുന്നത്. സുരേഷ് ഗോപി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം വേണം. ജനങ്ങളെ തല്ലുവാൻ ആരാണ് അനുവാദം കൊടുത്തത്, അതിനുള്ള അധികാരം ഇവർക്ക് എന്താണെന്നുള്ള കാര്യമൊക്കെ അന്വേഷിക്കണമെന്നുള്ള കാര്യം. അതോടൊപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പോലീസിന് കൃത്യമായ ഒരു നിർദ്ദേശം ആരുടെയൊക്കെയോ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ രീതിയിൽ പെരുമാറിയത് എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടത്. ഇവിടെ ശ്രീരാമ രൂപം കണ്ട് വിരളി പൂണ്ട ചിലരാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് എന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ തടയിടുന്നതിനായി പോലീസിനെ ഉപയോഗിച്ചു എന്ന് മാത്രമാണ്. തീർച്ചയായും ശ്രീരാമന്റെ ചിത്രം ഈ കുടമാറ്റത്തിൽ വരുന്ന അത് കഴിഞ്ഞ തവണ ഈ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രങ്ങളൊക്കെ ഉയർത്തിയപ്പോൾ ഈ ഒരു സവർക്കറുടെ കുടയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. കാരണം പാറമേക്കാവ് വിഭാഗം അന്ന് സവർക്കറിന്റെ ചിത്രം ഈ കുടയിൽ ഉൾപ്പെടുത്തിയ സമയം പലതരത്തിൽ വിമർശിച്ചുകൊണ്ട് പല രാഷ്ട്രീയക്കാരും അതോടൊപ്പം തന്നെ അതിനൊക്കെ സാംസ്കാരിക നായകരെന്ന് പറയുന്ന പലരും അതിനെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഇത്തരത്തിൽ തിരുവമ്പാടി വിഭാഗം
ഉൾപ്പെടെ ഈ ശ്രീരാമന്റെ കൂടെയൊക്കെ ഉയർത്തുന്നതും ഈ പാറമേക്കാവും തിരുവമ്പാടിയും ഒന്നിച്ചു നിന്നുകൊണ്ട് തന്നെ രണ്ടുപേരും, ഒരാൾ ശ്രീരാമന്റെ ഒരു ചിത്രം എഴുതുമ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠയും അയോധ്യയും ഒക്കെ ഉയർന്നു വരുന്നു, രാമലല്ലയുടെ ആ ഒരു ചിത്രം ഉയർന്നു. ഇതൊക്കെ തന്നെയാണ് ഒരു അസഹിഷ്ണുതയ്ക്ക് സാഹചര്യം ഉണ്ടാക്കിയത്. ഈ പല രാഷ്ട്രീയ ഭേദമന്യാണ് ഇരു വിഭാഗങ്ങളും, അതായത് തിരുവമ്പാടിയിലായാലും പാറമേക്കാവിലായാലും എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയക്കാരും ആ ക്ഷേത്ര കമ്മിറ്റികളിൽ ഉള്ളതാണ്. അവരൊക്കെ തന്നെ അവരുടെയൊക്കെ ഒരു ആത്മാഭിമാനം എന്നുള്ള രീതിയിലായിരുന്നു ശ്രീരാമന്റെ ചിത്രം അവിടെ ഉയർത്തിയത്. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പൂരപ്രേമികളും അതോടൊപ്പം കേരളത്തിലെ മലയാളികളും ആ രാംലല്ലയുടെ ആ ചിത്രം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ ആ ഒരു ആരവങ്ങൾ മുഴക്കുമ്പോൾ തന്നെ നമ്മൾ കേട്ടതായിരുന്നു. എന്നാൽ അതൊക്കെ തന്നെ ഈ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പലരും അതിനെ തകർക്കുവാൻ, ഈ പൂരത്തിനെ തകർക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയെന്ന് വേണം പറയാൻ. അതിനുശേഷം ഈ കുടമാറ്റത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നിയന്ത്രണങ്ങൾ അത് പെട്ടെന്ന് തന്നെ ബാരിക്കേഡ് ഉപയോഗിച്ച് എല്ലാ റോഡുകളും അടച്ചുപൂട്ടി ജനങ്ങളെ ഒരു ചടങ്ങുകളിലേക്കും പങ്കെടുപ്പിക്കാത്ത രീതിയിൽ വിളക്കുമാടത്തിൽ വിളക്ക് വെക്കുവാൻ പോലും അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ഈ ഓരോ പൂരങ്ങൾ വരുമ്പോഴും മഠത്തിൽ വരവ് വന്നപ്പോൾ ഉൾപ്പെടെ ഈ വാദ്യങ്ങൾക്കും ആനകൾക്കും മാത്രമല്ലാതെ മറ്റൊരു ജനങ്ങൾക്കും അവിടേക്ക് പ്രവേശനം അനുവദിക്കാതെ ജനങ്ങളെ ആകമാനം ബുദ്ധിമുട്ടിച്ചുകൊണ്ടായിരുന്നു പോലീസിന്റെ ഓരോ ഈ നിയന്ത്രണങ്ങളും. അത് തന്നെയാണ് ദേവസ്വം ഭാരവാഹികളും വ്യക്തമാക്കിയത്. പോലീസിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു. അത് എന്തിന്റെ അജണ്ടയുടെ ഭാഗമാണെന്ന് തങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം നല്ല രീതിയിൽ നടന്നു പോയിരുന്ന പൂരത്തെ തകർക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു? അത് ഈ ഓരോ വർഷവും, അതായത് 200 വർഷത്തിലധികമായി തൃശ്ശൂർ പൂരം തുടങ്ങിയിട്ട് അന്നൊക്കെ തന്നെ ജനങ്ങളെ ഈ വെടിക്കെട്ട് കാണാനായാലും ചടങ്ങുകളിൽ പങ്കെടുക്കുവാനായാലും അവിടെ എത്തുന്ന ജനങ്ങൾ വളരെയധികം സന്തോഷപൂർവ്വം ഓരോ ചടങ്ങുകളിലും പങ്കെടുത്ത് മടങ്ങുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സംതൃപ്തി അതാണ് ഇപ്രാവശ്യം ഇല്ലാതാക്കിയിരിക്കുന്നത്. കാരണം വെടിക്കെട്ട് കാണുവാൻ കാത്തിരുന്ന മണിക്കൂറുകൾ, 5-6 മണിക്കൂറുകൾ കാത്തിരുന്ന ശേഷം ശബ്ദം മാത്രം കേട്ട് അതിൽ തൃപ്തരായി മടങ്ങേണ്ട വന്ന ഒരു ജനത, അവരൊക്കെ തന്നെ അവരുടെ രോക്ഷമൊക്കെ അറിയിച്ചതാണ്. കാരണം രാത്രിയോളം ആ റോഡുകളിൽ കിടന്നുകൊണ്ട് വെടിക്കെട്ടിനായി കാത്തിരുന്നു. ആ വർണ്ണവിസ്മയം കാണുവാൻ വേണ്ടിയിട്ട് അവരൊക്കെ കൊതിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം അത് പോലീസിന്റെ ആ ഒരു നടപടി, അതിലാണ് ഇത്തരത്തിൽ വെടിക്കെട്ടും മറ്റ് ചടങ്ങുകളൊക്കെ വൈകാൻ കാരണമായത്. അതേസമയം തന്നെ അതിനു പിന്നാലെ വരുന്ന ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ ചടങ്ങുകളൊക്കെ അതിനൊക്കെ തടസ്സം സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലും ഓരോ ചടങ്ങുകളും മുടക്കാൻ ശ്രമിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഈ ശ്രീരാമന്റെ ചിത്രങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക, അവരെ തിരിച്ചുവിടുവാൻ ഒരു ശ്രമം ഉണ്ടായി. കാരണം തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ ആ കുടമാറ്റത്തിൽ ശ്രീരാമന്റെ ചിത്രങ്ങൾ ഉയരില്ലായിരുന്നു. എന്നാൽ അതിനെയൊക്കെ തന്നെ സംഘാടകർ എതിർത്ത് നിന്നു. കാരണം പോലീസിന്റെ ഓരോ നടപടികളും ഈ ചടങ്ങുകൾക്കും അതോടൊപ്പം തന്നെ ഈ ശ്രീരാമന്റെ ചിത്രം ഉയർത്തുന്നതിനൊക്കെ വിരുദ്ധമായി പോലീസ് നിന്നപ്പോൾ അതിനെയൊക്കെ സംഘാടകർ എതിർത്തു. അതിനുശേഷമാണ് പിന്നീട് ഈ കുടമാറ്റത്തിൽ ഈ ചിത്രം ഉയർന്നത്. അത് തന്നെയാണ് പിന്നീടും ഈ പോലീസിനെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഈ പിന്നിലുള്ളവരെയും ഈ ചൊടിപ്പിച്ചത്. അത് തന്നെയായിരിക്കണം ഇത്തരം നിയന്ത്രണങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഈ ചടങ്ങുകളുടെ സമയക്രമങ്ങൾ മാറ്റുവാനുണ്ടായ സാഹചര്യം ഒരുക്കിയതും. എന്തായാലും ഇതിലൊക്കെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത് ഓരോ ഭാഗത്തുനിന്നും. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേർ, ഈ ഹൈന്ദവ വിശ്വാസികളും അതോടൊപ്പം പൂരപ്രേമികളും ഒക്കെ നിരവധി പേരാണ് ഈ ഒരു പോലീസിന്റെ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ശരി മനോജ്, കുടമാറ്റത്തിനായി കൊണ്ടുവന്ന ശ്രീരാമന്റെ കുട പോലീസ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. കമ്മീഷണർ അങ്കിത് അശോകിന്റെ നേതൃത്വത്തിലാണ് തടയുന്നത്. കുടമാറ്റത്തിന് മുൻപായി ഗോപുരത്തിന് ഉള്ളിലേക്ക് രാമന്റെ രൂപമുള്ള കുട കൊണ്ടുവന്നപ്പോഴാണ് തടയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത്. കുടമാറ്റത്തിന് ശേഷം പൂരത്തിന് തടസ്സമുണ്ടാക്കിയതും കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.